Hi, it's me Sheetal. You're watching Hesale. Welcome back. So ഇന്ന് ഒരു ഫൺ വീഡിയോ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. Are you interested to watch? Keep on watching. ഞാൻ വിചാരിച്ചു ജസ്റ്റ് വാട്ട്സ് ഇൻ മൈ ബാഗ് എടുക്കാം. Are you interested to see what's in my bag? This is my bag and ഇത് ഞാൻ എൻ്റെ ബാഗ് കളക്ഷനിൽ ഞാൻ കാണിച്ചിട്ടുള്ള ബാഗാണ്. If you haven't watched my bag collection, just go and watch. ഇത് മാംഗോ ബ്രാൻഡിൻ്റെ ബാഗാണ്. ഇറ്റ്സ് എ മസ്റ്റേർഡ് യെല്ലോ കളർ. സോ ഇത് എല്ലാ കളറിൻ്റെ കൂടെയും ഏതൊരു കളർ ഡ്രസ്സിൻ്റെ ഒപ്പം നന്നായിട്ട് പോകുന്നൊരു ബാഗാണ്. ഇപ്പം ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സിൻ്റെ ഒപ്പം ആണെങ്കിലും എടുത്ത് കാണിക്കും യെല്ലോസിൽ ട്രെൻഡി ആയിട്ടുള്ള ബാഗാണ്. ഐ ലൈക്ക് ദിസ് ബാഗ് സോ മച്ച്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നല്ലേ ഇത്രയും ചെറിയൊരു ബാഗിൽ എത്രമാത്രം സാധനം കൊള്ളുമെന്നല്ല നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. സോ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ് മീ ഓപ്പൺ. സോ ഫസ്റ്റ് ഇസ് മൈ മാസ്ക്. സോ ഇതിപ്പോൾ ഇല്ലാതെ പോകാൻ പറ്റില്ലല്ലോ ഇവിടെ. ഇറ്റ്സ് എ മസ്റ്റ്. സോ ദിസ് ഈസ് മൈ മാസ്ക്. സാധാരണ ഒരു മാസ്ക്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇറ്റ്സ് കോട്ടൺ, കുറച്ചും കൂടെ എയറിയാണ് അതുകൊണ്ട്. സോ ഗുഡ് മാസ്ക്. നെക്സ്റ്റ് ഇസ് ടിഷ്യൂ, ജസ്റ്റ് എ പോക്കറ്റ് ടിഷ്യൂ. ദെൻ നെക്സ്റ്റ് ഇസ് മൈ കാർഡ് ഹോൾഡർ. സോ ഇപ്പോൾ കാശൊന്നും അങ്ങനെ ആരും കൊണ്ട് നടക്കാറില്ലല്ലോ. കൂടുതലും കാർഡ്സ് അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലേ ചെയ്യുക. സോ ദാറ്റ്സ് മോർ സേഫ്. സോ നെക്സ്റ്റ് ഇസ് ബ്ലോട്ടിംഗ് പേപ്പർ. സോ ബ്ലോട്ടിംഗ് പേപ്പർ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയ ഷീറ്റ് ഓഫ് പേപ്പേഴ്സാണ്. ഞാനിത് അധികം യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് മാരേജസ് അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടി അങ്ങനെയൊക്കെ പോകുമ്പോൾ എൻ്റെ ഫേസ് ഭയങ്കര ഓയിലി ഫേസാണ്. സോ അപ്പോൾ ഓയിലി ആകുമ്പോഴേക്കും നമുക്കൊന്ന് സാധാരണ ടിഷ്യൂ വെച്ചൊക്കെ തുടക്കുവാണെങ്കിൽ മേക്കപ്പും പോവും. ഒത്തിരി മേക്കപ്പ് ഇല്ലയെന്നാണെങ്കിലും ലിപ്സ്റ്റിക് ആണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആവും. സോ ഇതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ബ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് ഒന്നും പോകത്തുമില്ല. സോ ഇങ്ങനെ ഓയിൽ മാത്രം കാണിക്കുകയുള്ളൂ. സോ ഇതാണ് ബ്ലോട്ടിംഗ് പേപ്പർ. ഇത് മിസ് ക്ലെയറിൻ്റെയാണ്. സോ ദാറ്റ്സ് ദാറ്റ്. ദെൻ ഇതൊരു ചെറിയ ബുക്കാണ്. ഇതിൽ കൊള്ളുന്നൊരു കുഞ്ഞു ബുക്ക്. ഓൾവേസ് കീപ്പ് എ ബുക്ക്. എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതി നോട്ട് ചെയ്യണമെങ്കിൽ അപ്പം ഇങ്ങനെ കെട്ടി വെക്കാൻ പറ്റുന്നൊരു ബുക്കാണ്. പിന്നെ കോംബ്, മുടി ചീവാൻ. സോ ദിസ് ഇസ് ട്രീക്സ് ഹെയർ സിറം. ജസ്റ്റ് ഒരു പോക്കറ്റ് സൈസ് അതിൻ്റെ എടുത്തിട്ടെന്നുള്ളൂ. എനിക്കെപ്പോഴും ഹെയർ സിറം വേണം. കാരണം മുടി ഭയങ്കരമായിട്ട് ഇങ്ങനെ പാറി ഒരുമാതിരി ഇരിക്കും, ക്ലീൻ ലുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എടുക്കാണ്ട് എന്തെങ്കിലും എവിടെയെങ്കിലും പോകണം, ഫംഗ്ഷൻ നമ്മളൊരു അറ്റൻഡ് ചെയ്യുന്ന സ്ഥലം വരെ പോയി അവിടെ എത്തുമ്പോഴേക്കും മുടിയൊക്കെ പാറി പറന്നിരിക്കുമ്പോഴേക്കും ഒരു ക്ലീൻ ലുക്ക് കിട്ടില്ലല്ലോ. സോ അതിന് വേണ്ടിയിട്ട് ഹെയർ സിറം. ഇത് ഹെഡ് ഏക്കിനും ഇതിനൊക്കെ ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും യൂസ് ചെയ്യണ ഇത് സെയിം സാധനമാണ്. ഇതൊരു ആയുർവേദിക് മെഡിസിനാണ്. സോ അത്. ദെൻ സാനിറ്റൈസർ. ഇത് സാനിറ്റൈസർ സ്പ്രേ ആണ്, മറ്റേ ജെല്ല് പോലെയല്ല. ജെല്ലാകുമ്പോഴേക്കും എനിക്ക് തോന്നാറ് കുറച്ചും കൂടെ എന്താ പറയുക വെറ്റായിട്ട് തന്നെ ഇരിക്കും. പിന്നെ അത് പോവില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അത് വേറെ എവിടെയെങ്കിലും തൊട്ട് പിന്നെ അവിടുത്തെ ഡേർട്ടുമായി കുറച്ചും കൂടെ OCD ആയതുകൊണ്ട് എനിക്ക് അത് പറ്റില്ല. അപ്പോൾ ഇത് ആണെങ്കിൽ സ്പ്രേ ആണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ സ്പ്രേ ആയി അപ്പോൾ തന്നെ ഡിസിൻഫെക്റ്റൻ്റ് ആയിക്കോളും. ഒത്തിരി വെറ്റായിട്ട് ഇരിക്കത്തില്ല. സോ ദാറ്റ്സ് വൈ ഐ ലൈക്ക് സ്പ്രേ. പിന്നെ ഇറ്റ്സ് എ ഹാൻഡ് ക്രീംസ്. രണ്ട് ഹാൻഡ് ക്രീം ഉണ്ട്. വൺ ഈസ് ഡോട്ട് ആൻഡ് കീയുടെ. ഇത് ഹാൻഡ് ക്രീം വിത്ത് സാനിറ്റൈസറാണ്. സോ രണ്ടും കൂടെ ഉള്ളൊരു ഇടയ്ക്ക് അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ദിസ് ഇസ് ഇന്നസ്ഫ്രീയുടെ ഒരു ഹാൻഡ് ക്രീമാണ്. ഇതൊരു നല്ല സ്മെല്ലാണ് ഇതിനുള്ളത്. നല്ല സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് ട്രൈ.
ഒരു എന്താ ഇതിനെ പറയുന്നത്, ഇതിൻ്റെ ഗസ്റ്റ് ഹൗസ് ലോണ്ട്രി എന്നാണ് അതിൻ്റെ പേര്. നല്ല സ്മെല്ലാണ്. എനിക്ക് അതാണ് ഇത് ഭയങ്കര ഇഷ്ടം. ഞാൻ എപ്പോഴും തീർന്നാൽ അപ്പോൾ വാങ്ങുന്നൊരു സാധനമാണ് ഈ ഹാൻഡ് ക്രീം. ഫോർ ദ സ്മെൽ ആസ് വെൽ ആസ് ഹാൻഡ് ക്രീമായിട്ട് ഇത് നല്ലൊരു നൈസ് മോയ്സ്ചറൈസർ. സോ ഈ സ്മെൽ വെരി നൈസ്. ദെൻ നെക്സ്റ്റ് ഇതെൻ്റെ ഒരു മിനി മേക്കപ്പ് പൗച്ചാണ് ഈ ബാഗിന് പറ്റുന്നത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് കാണിച്ചു തരാം. സോ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, മിനി ലിപ്സ്റ്റിക്. ദിസ് ഈസ് മൈ പെർഫെക്റ്റ് ന്യൂഡ് ലിപ്സ്റ്റിക്. ഇറ്റ്സ് നൈക്കയുടെ ടോപ്പ് ത്രിൽ എന്നാണ് എൻ്റെ പേര്. ദിസ് ദ ഷെയ്ഡ്. ഇതൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്, പെർഫെക്റ്റ് ന്യൂഡ് ലിപ്സ്റ്റിക് ഫോർ മീ. സോ ഇത് ഞാൻ എപ്പോഴും കയ്യിൽ വെക്കും. സോ അതിന് പറ്റുന്നൊരു ലിപ് ലൈനറാണ് നൈക്കയുടെ തന്നെ, ചോക്ലേറ്റ് ബോയ്. കറക്റ്റ് ഷെയ്ഡാണ് ഇതിന് പറ്റിയ. പിന്നെ ഇത് മാക്കിൻ്റെ സാമ്പിൾ സൈസ് സ്ട്രോപ്പ് ക്രീം ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് മാക്കിൻ്റെ പ്രെപ്പ് ആൻഡ് പ്രൈം ഫിക്സ് സ്പ്രേ ആണ്. സോ ജസ്റ്റ് ടു റീഫ്രഷ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സാധനമാണ്. സാമ്പിൾ സൈസ് ആയതുകൊണ്ട് ഇതിൽ കൊള്ളുന്നുകൊണ്ട് എടുത്തിട്ടതാണ്. പിന്നെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെവിക്വിക്കാണ്. പിന്നെ സോ ഇത് പെർഫ്യൂം ഓയിലാണ്. എനിക്ക് എല്ലാ പെർഫ്യൂമൊന്നും പറ്റില്ല. എനിക്ക് പെട്ടെന്ന് എന്താ പറയുക, ഞാൻ സ്മെൽ സെൻസിറ്റീവാണ് ഭയങ്കരമായിട്ട്. എല്ലാ സ്മെല്ലൊന്നും എനിക്ക് പറ്റില്ല. ഭയങ്കരമായിട്ട് തലവേദന എടുക്കാൻ തുടങ്ങും. ഇപ്പോൾ ട്രാവലിംഗ് ഒക്കെ ആണെങ്കിൽ വേറെ വേറെ സ്മെല്ലൊക്കെ എനിക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നും. അങ്ങനെ എനിക്ക് പറ്റില്ല. ഭയങ്കര ലൈറ്റായിട്ടുള്ള സ്മെല്ലൊക്കെ എനിക്ക് പറ്റുള്ളൂ. സോ ഇതെന്ന് പറയുന്നത് ഡവ് സോപ്പിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു സ്മെല്ലാണ് ഇതിനുള്ളത്, ഈ പെർഫ്യൂം ഓയിൽ. അപ്പോൾ ഇത് എത്ര ഇട്ടാലും ഭയങ്കര ഒരു സ്ട്രോങ് സ്മെല്ല് തരില്ല. സോ എനിക്കതാണ് ഇഷ്ടം, എത്ര ഇട്ടാലും സ്ട്രോങ് സ്മെല്ല് വരരുത്. ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യണത്. ഇപ്പം പെർഫ്യൂം ഓയിലാണെങ്കിൽ കുറേ നേരം നിൽക്കും. ഇപ്പം ഡ്രസ്സിലൊക്കെ ഇട്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അലക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പെർഫ്യൂം സ്മെല്ലുണ്ടാവും. എനിക്ക് ഈ പെർഫ്യൂം ഓയിൽ ഭയങ്കര ഇഷ്ടം. സോ ഐ ഓൾവേസ് കീപ് ദിസ്. ദെൻ ഇത് മിൻറ്റ്. ഇത് ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുവാണ്, അപ്പോഴേക്കും എനിക്ക് ഒരു വോമിറ്റിംഗ് ഫീലോ അല്ലെങ്കിൽ മൂഡ് ചേഞ്ചിന്, അങ്ങനെ വോമിറ്റിംഗ് ഫീൽ മാറാനോ അല്ലെങ്കിൽ മൂഡ് ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ വെച്ചേക്കും മിൻറ്റ്. എനിക്ക് ഈ മിൻറ്റ് ആണെങ്കിലും ഈ സ്ട്രോങ് മിൻറ്റ് ഒന്നും പറ്റത്തില്ല. ഇത് സെൻറ്റർ ഫ്രഷ് കുറച്ചും കൂടി ലൈറ്റാണ്. സോ അതുകൊണ്ട് ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുക. നെക്സ്റ്റ് പെൻ. സോ അതിൽ എഴുതാൻ വേണ്ടിയിട്ട് പെൻ. ദെൻ സ്വിസ് നൈഫ്. ഇതിലില്ലാത്ത ടൂൾസ് ഒന്നുമില്ല. സോ ഐ ഓൾവേസ് ക്യാരി ദിസ് ഫോർ ഓൾ ഇൻ വൺ യൂസ്. നെക്സ്റ്റ് ഇസ് ബാൻഡേഡ്. സോ ബാൻഡേഡ് എനിക്ക് മസ്റ്റാണ്. ഞാൻ എപ്പോഴും കൂടെ കൊണ്ട് നടക്കും. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ബാൻഡേഡ് എടുത്ത് വെക്കും. പിന്നെ സാനിറ്റൈസർ, സെയിം സ്പ്രേ സാനിറ്റൈസർ തന്നെയാണ്. ഇത് ഹീലിൻ്റെയാണ് പുതിയത്. സോ സാനിറ്റൈസർ. ദെൻ ദിസ്, ക്യാൻ യു ഗെസ് വാട്ട്സ് ദിസ്? എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഒരു വിസിലാണ്. സോ ഐ കീപ് ദിസ് ജസ്റ്റ് ഫോർ സേഫ്റ്റി. എന്തിനാന്നല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സൗണ്ട് എടുക്കാൻ, ഇപ്പോൾ എന്തിനും ഇൻ കേസ് വല്ല എന്താ പറയുക ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഞാൻ ഉണ്ടെന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് സൗണ്ട് വരില്ല. എനിക്ക് ഭയങ്കരമായിട്ടുള്ള സൗണ്ട് വരില്ല. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഭയങ്കര റേസ്ഡ് സൗണ്ട്സ് അതുപോലെയല്ല. ജസ്റ്റ് നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഒച്ചെടുത്ത് വിളിക്കില്ലേ, അപ്പോൾ ആ സമയത്ത് എനിക്ക് സൗണ്ട് വരില്ല. സോ ഇൻ കേസ് അങ്ങനത്തെ വല്ല സിറ്റുവേഷൻസ് ആണെങ്കിൽ ദിസ് വിൽ ബി ആൻ ഹെൽപ്ഫുൾ. സോ ഐ ഓൾവേസ് കീപ് ദിസ്. ദെൻ നെക്സ്റ്റ് ഇസ് ദിസ് ഇസ് അനദർ പോക്കറ്റ് പെർഫ്യൂം. ഞാൻ പറഞ്ഞില്ല, എല്ലാ പെർഫ്യൂം എനിക്ക് പറ്റില്ല. യാർഡ്ലിയുടെ പെർഫ്യൂമാണ് കൂടുതലും ഞാൻ യൂസ് ചെയ്യാറ്. ഞാൻ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് റോസാണ്. സോ അതിൻ്റെ പോക്കറ്റ് സ്പ്രേ ഇല്ലാത്തതുകൊണ്ട് ഐ യൂസ് ദിസ് വൺ. സോ ഇത് എൻഗേജിൻ്റെ കൂൾ അക്വ എന്ന് പറഞ്ഞൊരു പെർഫ്യൂമാണ്. സോ ഈ സ്മെല്ല് എനിക്ക് കുഴപ്പമില്ല. സോ ഐ യൂസ് ദിസ് ഓൾവേസ്. നെക്സ്റ്റ് ഇസ് മിറർ. എല്ലാ ലേഡീസിൻ്റെയും കയ്യിലുള്ള പോലെ
ജസ്റ്റ് ഒന്ന് ചെറിയൊരു ടച്ചപ്പ് മേക്കപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മിറർ ഫോർ ദാറ്റ്. നെക്സ്റ്റ് ദിസ് ഈസ് മൗത്ത് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ. എന്താ പറയുക, കണ്ടപ്പോൾ വാങ്ങി ഇതിലേക്ക് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല അധികം. മൗത്ത് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നെക്സ്റ്റ് സാനിറ്റൈസർ. കുറച്ച് OCD ഉള്ളതുകൊണ്ട് എപ്പോഴും സാനിറ്റൈസറിൻ്റെ ബാഗിൽ 2-3 ഉണ്ടായിരിക്കും. സോ ഇത് സെയിം സ്പ്രേ സാനിറ്റൈസർ തന്നെയാണ്, ഇൻ എ സ്മോൾ ബോട്ടിൽ. സോ നെക്സ്റ്റ് ഇതെന്താണെന്നല്ലേ. സോ ദിസ് ഇസ്, ലെറ്റ് മീ ഓപ്പൺ. സോ ഇതിൻ്റെ അകത്ത് ഒരു കുഞ്ഞ് ഗണപതി ഉണ്ട്. ഐ ഓൾവേസ് കീപ് ദിസ്. ഇത് ഞങ്ങൾ വർക്കിലേ പോയപ്പോൾ വാങ്ങിയതാണ്. ചെറുത്ത് ഇങ്ങനെ കണ്ടപ്പോഴേക്കും എനിക്കെപ്പോഴും ഒരെണ്ണം വേണമെന്നുണ്ടായിരുന്നു, ചെറിയൊരു കുഞ്ഞ് ഗണപതിയുടെ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു മുമ്പ്, പക്ഷെ അത് ഞങ്ങൾ വീട് മാറിയപ്പോഴേക്കും കാണാണ്ടായി. സോ ഫോർ ദാറ്റ് ഞാൻ അങ്ങനെ ഒരെണ്ണം എപ്പോഴും കയ്യിൽ കൊണ്ടുവെക്കും. പിന്നെ ഇത് പണ്ടെപ്പോഴോ ഞങ്ങളെന്തോ കടയിൽ വാങ്ങാൻ പോയപ്പോഴേക്കും അവിടുത്തെ ഒരു ലേഡി, ടിബറ്റൻ ലേഡിയാണ്. സോ ഷീ ഗിഫ്റ്റഡ് മീ ആസ് എ ലക്ക്. സോ ഞാൻ ജസ്റ്റ് അപ്പോൾ അത് കയ്യിൽ തന്നെ വെച്ചേക്കുവാണ്. ദിസ് ഈസ് ലൈക്ക് ചൈനീസ്, മറ്റേ പ്രേ ചെയ്യുമ്പോൾ റോൾ ചെയ്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമില്ലേ, ആ സാധനമാണ്. അതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ. സോ ഷീ സെഡ് ഇറ്റ്സ് ലക്ക്. ഞാനത് വെച്ചുള്ളൂ. പിന്നെ കുറേ ക്രിസ്റ്റൽസൊക്കെയാണ്, ക്രിസ്റ്റൽസ്. ആൻഡ് ഇതൊരു ലോക്കറ്റാണ്. എന്ന് വെച്ചാൽ ബഹായി എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഡോണ്ട് ബിലീവ് ഇൻ ഡിഫറെൻറ്റ് കാസ്റ്റ് ആൻഡ് ഓൾ, ലൈക്ക് ഓൾ ഗോഡ് ആർ വൺ. അവർ തന്നതാണ്. ഐ ഓൾവേസ് കീപ് ദിസ് വിത്ത് മീ. സോ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ഈ ചെറിയ ബാഗിലുണ്ടായിരുന്നത്. ആർ യു സർപ്രൈസ്ഡ്? സോ ഇനി നിങ്ങൾക്ക് എൻ്റെ വലിയ ബാഗ് കാണണം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ കമൻറ്റ് ബിലോ. സോ ഐ ക്യാൻ ഷോ ഇൻ അനദർ വീഡിയോ ആസ് വെൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹോപ്പ് യു എൻജോയ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. See you on next video. Sheetal signing off. Bye.